മണമ്പൂർ പഞ്ചായത്ത് 6-ാം വാർഡിൽ ചാത്തമ്പ്ര മണമ്പൂർ റോഡിൽ വലിയവിള കോട്ടറക്കോണം ഭാഗത്തായിട്ട് ഇദ്ദേഹം സദാശിവൻ നായർ ദർശന നിലയം മണമ്പൂർ എന്നയാൾ വാനം തോണ്ടുന്നതുകൊണ്ട് അപ്പം റോഡിലേക്ക് ഏകദേശം 180 മീറ്റർ, അത് ഞാൻ പിന്നീട് അളന്ന് നോക്കുകയാണെങ്കിൽ 180 മീറ്ററോളം കയ്യേറ്റം കണ്ടു. അപ്പോൾ തന്നെ ഞാൻ അവരോട് പറഞ്ഞു ഇത് കയ്യേറ്റമാണ്, ഇതിങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞു. അവിടെ വെച്ച് തന്നെ പഞ്ചായത്ത് സെക്രട്ടറി അറിയിച്ചു. പിന്നീട് തിരിച്ചു വന്നപ്പോൾ അവിടെ ഇതേപോലെ കുറച്ചുകൂടെ വീതിക്ക് വാനം തോണ്ടിയിട്ടിരിക്കുന്നു. അപ്പോൾ ഞാൻ വീണ്ടും അവരോട് പറഞ്ഞത് നിർത്തി വെക്കാനായിട്ട് പറഞ്ഞു എന്നാണ്. ഈ സ്പോട്ടിൽ തന്നെ ഇയാൾ ഒരു കാറിൽ അവിടെ എത്തുകയും പെട്ടെന്ന് ദേഷ്യത്തിൽ വണ്ടി വലിച്ചു തുറന്നുകൊണ്ട് ഓടിക്കൊണ്ട് വന്നിട്ട് ഒരുപാട് ചീത്തയും വന്ന് എൻ്റെ കിടക്ക് കൈ ഓങ്ങിയിട്ട് ഞാൻ ഹെൽമെറ്റ് ഇട്ട് തടഞ്ഞു. എന്നിട്ട് എന്നെ ആ വണ്ടിയോടുകൂടി ചവിട്ടി തള്ളിയിടുകയാണ് ചെയ്തത്. താഴെ നിന്ന് എൻ്റെ കുടിച്ചിട്ട് വലിച്ചഴിച്ചു. നമ്മൾ തമ്മിൽ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മത്സരമായി. ഈ സമയത്ത് അയാളുടെ കയ്യിൽ ഭയങ്കര ആരോഗ്യവാനായിട്ടുള്ളൊരു മനുഷ്യനാണ്. അയാൾ എൻ്റെ നെഞ്ചിലിരിക്കുകയും അതുപോലെ തന്നെ ചവിട്ടുകയും ചെയ്തു. അവിടെ മത്സരത്തിനിടയിൽ കുറേ നേരം ആ മത്സരത്തിനിടയിലാണ് ചില ആൾക്കാരെല്ലാം കൂടി ഓടി വന്നു. അത് 2 പേർ ചേർന്നിട്ടാണ് എൻ്റെ തലമുറയിൽ നിന്ന് അയാളെ കൊണ്ട് കൈയെടുത്തത്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ പൊതുവായിട്ടുള്ളൊരു കാര്യമാണ്. ഒരു കാര്യങ്ങളിലൊരു മെമ്പർ ഇടപെടാൻ പാടില്ല എന്നാണോ ഈ ഒരു സന്ദേശം എന്ന് പറയുന്നത്. ഇത്തരത്തിൽ ഉള്ള അനധികൃത കയ്യേറ്റങ്ങളെ തടയുന്നതിന് വേണ്ടിയിട്ടാണ് ഞാനത് പറഞ്ഞത്. അപ്പോൾ കുഞ്ഞുവാളെന്ന് പറയുന്നത് ഈ സാധാരണക്കാർക്ക് വേണ്ടിയിട്ട് ഈ നാടിന് വേണ്ടിയിട്ട് നാട്ടുകാർക്ക് വേണ്ടി ഏത് സമയത്തും വരുന്ന ഒരാളെന്നുള്ള കാര്യം നമുക്കെല്ലാവർക്കും അറിയാം. അപ്പോൾ ഒരു ബ്ലോക്ക് മെമ്പറായ നിങ്ങൾക്ക് ഇങ്ങനെ സംഭവിക്കുന്നത് സാധാരണ ജനങ്ങൾക്ക് എന്താണ് ഇതിൻ്റെ ഒരു കല്ലമ്പലം പോലീസിന് പരാതി കൊടുക്കുകയും കല്ലമ്പലം പോലീസ് കേസെടുക്കുകയും ചെയ്തു, എഫ്ഐആർ ഇടുകയും ചെയ്തു. പക്ഷേ പ്രതി ഇന്ന് 6-ാം തീയതി നടന്ന സംഭവമാണ്. ഇന്ന് 10-ാം തീയതി ആയിട്ടും അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിട്ടില്ല. അതിന്റെ പ്രതിഷേധമാണ് ഈ ഇവിടെ നടന്നത്. നീതി ലഭിക്കുമെന്ന് ഉറപ്പുണ്ടോ? നീതി ലഭിച്ചേ മതിയാവും. അതായത് എനിക്ക് ഇതേപോലെ ഒരു അവസ്ഥ ഉണ്ടായിക്കഴിഞ്ഞാൽ സാധാരണ സംഭവിക്കും എന്നുള്ളതാണ് പൊതുജനങ്ങളും സ്ത്രീകളും എല്ലാം തന്നെ ചോദിക്കുന്നത്. ഒരു വനിതാ മെമ്പറെ ഇപ്പോൾ റോഡിൽ ഇട്ട് പരസ്യമായി മർദ്ദിച്ചു എന്ന് പറയുന്ന ഒരു സംഭവമാണ്. അതിന് ഈ സ്ത്രീകളെ ഇപ്പോൾ ഈ വീഡിയോയിൽ തന്നെ കാണാം, സ്ത്രീകളെല്ലാം റോഡിലിറങ്ങി ധർണ നടത്തുന്നു. പ്രതികളെ പോലീസ് പിടിച്ചില്ല എന്നുള്ള ഒരു പരാതി പറയുന്നു. അതൊരു വലിയൊരു ഘട്ടം തന്നെയാണ്. അപ്പോൾ പോലീസിൻ്റെ അനാസ്ഥയാണ് എന്ന് എല്ലാവരും പറയുന്നുണ്ട്. അതുപോലെ തന്നെ ആ പ്രതിയെ പിടിക്കണം എന്ന് എൻ്റെ ഒരു പ്രത്യേക ആഗ്രഹമാണ്. പിന്നെ ഇതുപോലൊരു സ്ത്രീയെ ഒരാൾ മർദ്ദിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സ്ത്രീ സംരക്ഷണം എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. അത് നിങ്ങളൊന്ന് കണ്ടു നോക്കും. സൂക്ഷിച്ചോ.